നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പം കൃത്യമായി എത്ര പണം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വെറുതെ 1 കോടി രൂപ, 1 ലക്ഷം രൂപ എന്നല്ല, ആവശ്യമുള്ള കൃത്യമായ രൂപ നിങ്ങളുടെ മനസ്സിലുണ്ടോ? സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനോ, വീടുണ്ടാക്കാനോ, കടം വീട്ടാനോ, അല്ലെങ്കിൽ ചികിത്സയ്ക്കോ, അങ്ങനെ ആവശ്യമുള്ള എന്തുമായിക്കൊള്ളട്ടെ, കൃത്യമായ ഒരു തുക മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സന്ധ്യ. നമ്മൾ ഭൂരിഭാഗവും വിചാരിക്കുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം എന്നൊക്കെ പറയുന്നത് വെറും സങ്കല്പമാണെന്നാണ്. വിചാരിച്ച ഉടനെ പണം വരിക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമായി എല്ലാവരും പറയും. എന്നാൽ ഒരൊറ്റ രൂപയുടെയും വ്യത്യാസം ഇല്ലാതെ എഴുതിവെച്ച തുക കൃത്യമായി പ്രപഞ്ചത്തിൽ നിന്നും ആകർഷിച്ചെടുക്കാൻ കഴിയും. കേൾക്കുമ്പോൾ അസാധ്യമാണെന്ന് തോന്നാം, എന്നാൽ ഇത് നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റും. ഞാൻ 2019 ഈ ആകർഷണ നിയമത്തെക്കുറിച്ച് കേൾക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങുന്നത്. അന്നൊക്കെ ഞാൻ ചിന്തിച്ചത് എൻ്റെ കയ്യിൽ പണം ഇല്ലാത്തതിനെക്കുറിച്ചായിരുന്നു. ശരിയല്ലേ? നമ്മൾ ദിവസേന ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഇത്? എൻ്റെ കയ്യിൽ പണം ഇല്ല, എനിക്ക് അത് ഇല്ല, ഇത് ഇല്ല എന്ന് നമ്മൾ നിരന്തരം പറയാറുണ്ട്. ആഗ്രഹിച്ചതൊന്നും വാങ്ങാൻ കഴിയില്ല, അതിന് എൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് അത് ആഗ്രഹിക്കണ്ട എന്നൊക്കെ നമ്മൾ 90% ചിന്തിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും വാങ്ങാൻ പണമില്ല എന്ന് നമ്മൾ മറ്റുള്ളവരോട് തമാശ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ അറിയാതെ നമ്മളെ ഒരു ദാരിദ്ര്യ ചിന്തയിലേക്ക് തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. പണം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അതിനായിട്ട് രാത്രിയും പകലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുമുണ്ടാകും. പക്ഷേ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ എപ്പോഴും പണമില്ലായ്മയെക്കുറിച്ച് മാത്രമായിരിക്കും. ഇവിടെയാണ് ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. നമ്മൾ വിചാരിക്കും എൻ്റെ കയ്യിൽ ഒരുപാട് പണം വന്നതിന് ശേഷം മാത്രമേ പണക്കാരനായിട്ട് ചിന്തിക്കാവൂ എന്ന്. എന്നാൽ നമ്മൾ കയ്യിൽ പണമില്ലാത്തപ്പോൾ തന്നെ സമൃദ്ധിയുടെ ആ മാനസികാവസ്ഥയിൽ മാറാൻ കഴിഞ്ഞാൽ മാത്രമേ പണം നമ്മളിലേക്ക് തേടി വരൂ. എൻ്റെ കയ്യിൽ 1000 രൂപ ഉള്ളപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിൽ ലക്ഷങ്ങൾ ഉണ്ട് എന്ന ചിന്തയിൽ ജീവിക്കാൻ തുടങ്ങിയത്. 1000 രൂപയ്ക്ക് ഞാൻ ലക്ഷത്തിൻ്റെ വാല്യൂ നൽകിയിരുന്നു. അങ്ങനെയിരിക്കെ യൂട്യൂബിൽ ചില വീഡിയോ ആണ് ജീവിതത്തിൽ പണം ആകർഷിക്കാൻ ചില വിദ്യകൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. ഒരു നിബന്ധനയുണ്ട്, നമ്മൾ ചോദിക്കുന്ന തുക വളരെ കൃത്യമായിരിക്കണം. അങ്ങനെ നമ്മൾ 1 ലക്ഷം രൂപ എന്ന് ചിന്തിക്കാൻ വിചാരിച്ചു. ബാങ്കിലുള്ള 1000 കൂടി കൂട്ടിയപ്പോൾ അത് 1 ലക്ഷം ആകാൻ വഴിയില്ല. ഒട്ടും യുക്തിക്ക് നിരക്കാത്ത കൃത്യമായ ഒരു സംഖ്യ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ 1,1025 രൂപ എന്ന് സംഖ്യ മനസ്സിൽ ഉറപ്പിച്ചു. ഈ സംഖ്യ ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതി വെച്ചു. അതുകൊണ്ട് മാത്രം നിർത്തിയില്ല, തൻ്റെ പഴയ ബാങ്ക് പാസ്ബുക്കിലെ ബാലൻസ് വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞു. അതിനു മുകളിൽ ഞാൻ ആഗ്രഹിച്ച 1,1025 രൂപ എന്ന് കൃത്യമായി എഴുതി ചേർത്തു. അതിനുശേഷം ഞാൻ അത് അലമാരയിൽ എടുത്തു വെച്ചു. പിന്നീട് ഞാൻ ആ ബുക്കിലേക്ക് നോക്കിയില്ലായിരുന്നു ട്ടോ. ഞാൻ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡയറിയിൽ എഴുതുമായിരുന്നു, എൻ്റെ അക്കൗണ്ടിൽ 1,1025 രൂപ ഉണ്ടെന്ന്. അതിൽ ഞാൻ വളരെ സന്തോഷവതിയും നന്ദിയുള്ളവളുമാണ് എന്ന് അത് എഴുതുമ്പോൾ വെറും ഒരു വാക്കായിട്ടല്ല ഞാനത് കണ്ടത്. എൻ്റെ ഫോണിൽ ബാങ്ക് ആപ്പ് തുറക്കുമ്പോൾ ആ സംഖ്യ അവിടെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുകയുണ്ടായി. ആ സമയത്ത് നമ്മളിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും കൃത്യമായി ഞാൻ അനുഭവിച്ചു. ഇത് കേൾക്കുന്ന ആരായാലും നിങ്ങളുമൊന്ന് ആലോചിച്ചു നോക്കൂ. ആ വലിയ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ആ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഞാൻ എഴുതിയതിന് ശേഷം ഈ ചിന്തയെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തു. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി. സാധാരണയായി വസ്ത്രങ്ങൾക്കും ഭക്ഷണത്തിനും പരിധിയിൽ ഏറെ പിശുക്കിയിരുന്ന ഞാൻ അതിനൊക്കെ മാറ്റം വരുത്തി. എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ നടത്താൻ തുടങ്ങി. ഇത് തീർന്നാലും
എൻ്റെ കയ്യിൽ ആ ബാലൻസ് ഉണ്ടല്ലോ എന്ന ധൈര്യം ഞാൻ ബലപ്പെടുത്തി. ഓരോ തവണയും കറണ്ട് ബില്ലിനും ഗ്യാസിനും മറ്റ് ആവശ്യങ്ങൾക്കും പണം ചിലവഴിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കും, ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇതിൻ്റെ 1000 മടങ്ങ് എന്നിലേക്ക് തിരിച്ചു വരും എന്ന്. ശരിയാണ്, എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നായി ഞാൻ ചിലവാക്കിയ പണത്തിൻ്റെ 10 മടങ്ങ് വരാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ ഒരു വീട് വെക്കുന്നു. എൻ്റെ കയ്യിൽ ഉള്ള സ്വർണത്തിന് വാല്യൂ വർദ്ധിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് ആഗ്രഹിച്ച രീതിയിൽ എൻ്റെ വീട് പണി പുരോഗമിക്കുന്നു. ഇതിനൊക്കെ ഞാൻ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം, ഒരാളോടും പണം കിട്ടാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കരുത്. നമ്മുടെ കൈകൊണ്ട് കൊടുക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കൂ. പണം നമ്മളിലേക്ക് ആവശ്യത്തിന് ഒഴുകി വരും, തീർച്ച.